ഹായ്, നമ്മൾ സ്പേസസ് ഓഫ് മെറോമോർഫിക് ഫംഗ്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതിലൊരു തിയറം നമുക്ക് ഡിസ്കസ് ചെയ്യാം. തിയറം പറഞ്ഞിട്ട് എഫ് എൻ ബി എ സീക്വൻസ് ഇൻ എം ഓഫ് ജി ആൻഡ് സപ്പോസ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ സി ഓഫ് ജി സി ഇൻഫിനിറ്റി, ദെൻ എയ്തർ എഫ് ഈസ് മെറോമോർഫിക് ഓർ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി. If each fn is analytic, then either f is analytic or f equal to infinity. അത് നമ്മൾ പറയുന്നത് എഫ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഇൻ എം ഓഫ് ജി ആണ്. എം ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെറോമോർഫിക് ഫംഗ്ഷൻ്റെ കളക്ഷനാണ്. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറോമോർഫിക് ഫംഗ്ഷൻ്റെ കളക്ഷനിലെ സീക്വൻസ് ആണ്. ആൻഡ് സപ്പോസ് എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇൻ സി ഓഫ് ജി സി ഇൻഫിനിറ്റി. സി ഇൻഫിനിറ്റി പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ ആണ്. ദെൻ ഏതർ എഫ് ഈസ് മെറോമോർഫിക്, ഒന്നുകിൽ എഫ് മെറോമോർഫിക് ആവും അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവും. മെറോമോർഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മെറോമോർഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അനലറ്റിക് ആയിരിക്കും എക്സെപ്റ്റ് അറ്റ് പോളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും അനലറ്റിക് ആവുന്ന ഫംഗ്ഷനിന് നമ്മൾ മെറോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എഫ് മെറോമോർഫിക് ഓർ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവും. ഇനി അടുത്തത് എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എഫ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മെറോമോർഫിക് ആവും അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവും. ഇനി ഇഫ് ഈച്ച് എഫ് എൻ ഈസ് അനലറ്റിക് ആൻഡ് എഫ് എൻ അനലറ്റിക് ആണെങ്കിൽ ദെൻ എയ്തർ എഫ് അനലറ്റിക് ഓർ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എഫ് എൻ അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒന്നുകിൽ എഫ് അനലറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. രണ്ട് പ്രൂഫ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോസ് ദർ ഇസ് എ പോയിൻറ്റ് എ ഇൻ ജി വിത്ത് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മളൊരു പോയിൻ്റ് എടുത്തു എ എന്ന് പറഞ്ഞത്, അതെന്താണ് എഫ് ഓഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ല എന്ന് എടുത്തിട്ടിരിക്കുന്നത്. എഫ് ഓഫ് എ ഇൻഫിനിറ്റി അല്ല എന്നാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് പുട്ട് എം ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എ. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് എഫ് ഓഫ് എ ആണ്. യൂസിങ് പാർട്ട് എ ഓഫ് പ്രൊപ്പോസിഷൻ 3.3. നമ്മൾ 3.3 പറഞ്ഞ പ്രൊപ്പോസിഷൻ നോക്കിയിരുന്നു. അതായത് ബി ഇൻഫിനിറ്റി ഓഫ് എ ഡെൽറ്റ ഈ സബ്സെറ്റ് ഓഫ് ബി ഓഫ് എ ആർ. അതായത് ബി ഇൻഫിനിറ്റി ഓഫ് എ ഡെൽറ്റ ഈസ് സബ്സെറ്റ് ഓഫ് ബി ഇൻഫിനിറ്റി ഓഫ് എ ആർ. ഇങ്ങനൊരു പ്രൊപ്പോസിഷനിൽ എ പാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിനിലും അതേപോലെ കോംപ്ലക്സ് പ്ലെയിനിലും ബോളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ. ഓക്കെ, ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, വി ക്യാൻ ഫൈൻഡ് എ നമ്പർ അവിടെ നമ്മൾ ഡെൽറ്റയാണ് യൂസ് ചെയ്യുന്നത്. റോ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ബി ഇൻഫിനിറ്റി ഓഫ് എഫ് ഓഫ് എ റോ സബ്സെറ്റ് ഓഫ് ബി ഓഫ് എഫ് ഓഫ് എ എം. ഓക്കെ, ഇവിടെ ആറിന് പകരം നമ്മൾ എം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡെൽറ്റയ്ക്ക് പകരം റോ ആണ് യൂസ് ചെയ്തിരുന്നത്. എ എന്ന് പറഞ്ഞ പോയിന്റിന് പകരം നമുക്ക് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. നമ്മളിവിടെ ഫംഗ്ഷൻ്റെ കേസാണ് പറഞ്ഞത്. ബട്ട് സിൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ്, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് തിയറത്തിൽ തന്നിട്ടുണ്ട് എഫ് എൻ എഫിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് ആൻ ഇൻറ്റിജർ എൻ നോട്ട് സച്ച് ദാറ്റ് ഡി ഓഫ് എഫ് എൻ ഓഫ് എ കോമ എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ 1/2 റോ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അതായത് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതിയതാണ്. എഫ് എൻ എഫിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ദർ ഇസ് ഒരു ഇൻറ്റീജർ എൻ നോട്ട് ഉണ്ടായിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എഫ് എൻ ഓഫ് എയും എഫ് ഓഫ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 റോ ബൈ 2നേക്കാളും. അതായത് റോ എന്നാണ് സാധാരണ നമ്മൾ ഡി ഓഫ് എൻ കോമ എം ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് എഴുതുക. പക്ഷെ ഇവിടെ നമ്മൾ റോ ബൈ 2 എടുക്കുക, നമുക്ക് ചിലപ്പോൾ അവസാനം ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതുകൊണ്ട്. സോ റോ ബൈ 2നേക്കാളും ചെറുതാണ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അങ്ങനൊരു കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തു. ഓൾസോ F1 F2 എക്സെട്ര എഫ് എൻ ഈസ് കോമ്പാക്റ്റ് ഇൻ സി ഓഫ് ജി സി ഇൻഫിനിറ്റി. ഇങ്ങനെ നമ്മളൊരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതെന്തായിരിക്കും, സി ഓഫ് ജി സി ഇൻഫിനിറ്റിയിൽ കോമ്പാക്റ്റ് ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഈസ് ഇക്വികണ്ടിന്യൂസ്. ഇക്വികണ്ടിന്യൂസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുകയും അതേപോലെ കോമ്പാക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഇക്വികണ്ടിന്യൂസ് ആണെന്ന് പറയാം. നമ്മൾ ഇക്വികണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദർ ഇസ് ആൻ ആർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ. That is there is an r greater than 0 such that modulus of z minus a less than r implies d of fn of z fn of a less than rho by 2. അതായത് ഇക്യു കണ്ടിന്യൂസ് ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. ഒരു r greater than 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ സെഡും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറിനേക്കാളും ചെറുതും ഡിസ്റ്റൻസ് ഓഫ് എഫ് എൻ ഓഫ് സെഡും എഫ് എൻ ഓഫ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് റോ ബൈ 2നേക്കാളും ചെറുതായിരിക്കും. ദാറ്റ് ഗീവ്സ് ദാറ്റ് ഡി ഓഫ് എഫ് എൻ ഓഫ് സെഡ് കോമ എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ റോ ഡി ഓഫ് എഫ് എൻ എ ഓഫ് സെഡ് കോമ എഫ് ഓഫ് എ എന്ന് പറഞ്ഞത് ലെസ് ദാൻ റോ ആണ് ഫോർ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ എന്ന് പറഞ്ഞത് ആറിനേക്കാളും ചെറുതാണ്.
അപ്പോൾ അതുകൊണ്ട് എഫ് എൻ ഓഫ് സെഡും എഫ് ഓഫ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ റോനേക്കാളും ചെറുതായിരിക്കും. ഇവിടെ എഫ് എൻ ഓഫ് സെഡും എഫ് എൻ ഓഫ് എയും ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. ഇവിടെ എഫ് എൻ ഓഫ് എ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ആണ്. ഓക്കെ, രണ്ടും നമ്മുടെ ഡിസ്റ്റൻസും മനസ്സിലാക്കാം. ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. ബട്ട് ബൈ ദി ചോയ്സ് ഓഫ് റോ, നമ്മൾ റോ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എയും ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നത്? റോ ചൂസ് ചെയ്യുന്നത്. ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് എം ഈക്വൽ ടു എഫ് ഓഫ് എ ആണെന്ന്. ഓക്കെ, ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ചെറുതായിരിക്കും അത്. ഇനി ഫോർ ഓൾ സെഡ് ഇൻ ബി ക്ലോഷർ എ ആർ ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. ബട്ട് ദെൻ നമുക്കറിയാം ഫോർമുല ഓഫ് മെട്രിക്കിൻ്റെ ഫോർമുല 2/1 + 4m സ്ക്വയർ. നമ്മുടെ ഫോർമുല ആണ് 2/1 + മോഡ് സെഡ് സ്ക്വയർ. ഓക്കെ, മോഡ് സെഡ് സ്ക്വയർ. അതിവിടെ മോഡ് സെഡ് സ്ക്വയർ അല്ല, ഇവിടെ മോഡ് എഫ് എൻ ഓഫ് സെഡ് സ്ക്വയർ ആണ്. മോഡ് എഫ് എൻ ഓഫ് സെഡ് സ്ക്വയർ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു വീഡിയോ, അതായത് ആ പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്യുമ്പോൾ ഈ റിലേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ 2m ആണ്. സോ 2m സ്ക്വയർ എന്ന് പറയുമ്പോൾ 4m സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ 2/1 + 4m സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഇസ് ലെസ് ദാൻ എന്തായിരിക്കും? ഡി ഓഫ് എഫ് എൻ ഓഫ് സെഡ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിൻ്റെയും എഫ് എൻ ഓഫ് സെഡിൻ്റെയും ഡിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും ആ ഒരു മെട്രിക്കിൻ്റെ റിലേഷൻ. ഫോർ സെഡ് ഇൻ ബി ക്ലോഷർ എ കോമ ആർ. ഒരു ക്ലോസ്ഡ് ബോൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് ആർ എടുത്ത ബോളിനേക്കാളും ആ ബോളിലുള്ള പോയിൻ്റ് ആവും എന്ത്? സെഡ് എന്ന് പറഞ്ഞത്. ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. Since d of fn of z f of z is converges to 0 uniformly for z in B closure AR, this gives that modulus of fn of z minus f of z is converges to 0 uniformly for z in B closure of A, R. Since the tail end of the sequence fn is bounded on B of AR, fn has no poles and must be analytic near z equal to A for n greater than or equal to n naught. അതായത് നമുക്ക് എന്തറിയാം? ഡിസ്റ്റൻസ് ഓഫ് എഫ് എൻ ഓഫ് സെഡും എഫ് ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0ലേക്ക് കൺവേർജ് ചെയ്യാണ്. യൂണിഫോംലി ആയിട്ട് കൺവേർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ബി ക്ലോഷർ എ ആറിലുള്ളതാണെന്ന് നമുക്ക് പറഞ്ഞു. ബി ക്ലോഷർ എ ആറിലുള്ളതാണ് നമ്മൾ പറഞ്ഞു. സോ ദിസ് ഗീവ്സ് നമുക്ക് എന്ത് കിട്ടും? ഡി ഓഫ് എഫ് എൻ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യൂണിഫോംലി കൺവേർജസ് ഫോർ സെഡ് ഇൻ ബി ഓഫ് എ ആർ. ഓക്കെ, ബി ഓഫ് എ ആറിൽ യൂണിഫോംലി ആയിരിക്കും. സിൻസ് ദി ടെയിൽ എൻഡ് ഓഫ് ദി സീക്വൻസ് എഫ് എന്നിൻ്റെ അവസാനം ഉണ്ടാവില്ല. അവസാനം നമുക്ക് എന്തായാലും ഒരു ബൗണ്ടഡ് സെറ്റ് ആയിരിക്കും. സോ ബി ഓഫ് എ ആർ എഫ് എൻ എസ് നോ പോൾസ് ആൻഡ് മസ്റ്റ് ബി അനലിറ്റിക് നിയർ സെഡ് ഈക്വൽ ടു എ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അപ്പോൾ എന്തായാലും സീക്വൻസിൻ്റെ ലാസ്റ്റ് എൻഡ്, അതായത് അതൊരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഇസ് ബൗണ്ടഡ് ഓൺ ബി ഓഫ് എ ആർ. അതൊരു ഓപ്പണിൽ ബൗണ്ടഡ് ആണ്. എഫ് എൻ എസ് നോ പോൾ. എഫ് എന്ന് പോളില്ല. കാരണം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഓഫ് ജിയിലുള്ള എലമെൻ്റ് ആണ്. ആ എം ഓഫ് ജിയിൽ നമ്മുടെ എം ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഓഫ് ഓൾ മെറോമോർഫിക് ഫംഗ്ഷൻ. അപ്പോൾ പോൾസ് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ആൻഡ് മസ്റ്റ് ബി അനലിറ്റിക് നിയർ സെഡ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പോളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എം ഓഫ് ജി എടുത്തിരിക്കുന്ന മെറോമോർഫിക് ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? പോൾ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പോളിൻ്റെ അടുത്തുള്ള പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യും? ആ എഫ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും. ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. ഇറ്റ് ഫോളോസ് ദാറ്റ് എഫ് ഈസ് അനലിറ്റിക് ഇൻ എ ഡിസ്ക് അബൌട്ട് എയുടെ തൊട്ട് മുന്നേ വരെയുള്ള തൊട്ടടുത്തുള്ള പോയിന്റിൽ വരെ എന്ത് ചെയ്യും? അനലിറ്റിക് ആയിരിക്കും. ബട്ട് എയിൽ അനലിറ്റിക് ആവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്നത് മെറോമോർഫിക് ഫംഗ്ഷനാണ്. മെറോമോർഫിക് ഫംഗ്ഷനിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? പോൾ എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ എ എന്ന് പറഞ്ഞത് പോളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ സപ്പോസ് ഇനി നമ്മൾ എഫ് ഓഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്നാൽ നമ്മൾ കാണിക്കേണ്ടത്. അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ നൗ സപ്പോസ് ദർ ഇസ് എ പോയിന്റ് എ ഇൻ ജി വിത്ത് എഫ് ഓഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് എ ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ പോയിന്റ് ചൂസ് ചെയ്തു. ഫോർ എ ഫംഗ്ഷൻ ജി ഇൻ സി ഓഫ് ജി സി ഇൻഫിനിറ്റി ഡിഫൈൻഡ് ബൈ 1/g by 1/g of z equal to 1/g of z if g of z not equal to 0 or infinity. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ജി എന്നെടുത്തു. സി ഓഫ് ജി സി ഇൻഫിനിറ്റി, അതായത് എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിനിലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കണക്ഷൻ നിന്ന് നമ്മൾ സെഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു. നമ്മൾ 1/g ഡിഫൈൻ ചെയ്യണം. 1/g ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/g ഓഫ് സെഡ് ഇഫ് ജി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ഓർ ഇൻഫിനിറ്റി.
1 by g of z equal to 0 if g of z equal to infinity. അപ്പോൾ 1 by g of z if g of z എപ്പോഴാണ് g of z is not equal to 0, g of z is not equal to 0 or infinity, ഒന്നുകിൽ not equal to 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റിയോ. അടുത്ത പറഞ്ഞ 1 by g of z equal to 0 if g of z equal to infinity. അടുത്ത പറഞ്ഞ 1 by g of z equal to infinity if g of z equal to 0. g of z 0 ആകുമ്പോൾ 1 by g of z equal to infinity ആയിരിക്കും. അതേപോലെ 1 by g of z if g of z not equal to, ഒന്നുകിൽ g of z not equal to 0 അല്ലെങ്കിൽ എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ 3 ഡെഫിനിഷൻസ് ആണ്. ഈ 3 ഡെഫിനിഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് 1 by g എലമെൻറ്റ് ഓഫ് 1 by g എന്ന് പറയുന്നത് എന്തിൽ എലമെൻറ്റാണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ എലമെൻ്റ് ആണ്. ഓൾസോ സിൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ സി ഓഫ് ജി സി ഇൻഫിനിറ്റി ഇറ്റ് ഫോളോസ് ഫ്രം ഫോർമുലാസ് 3.1 ആൻഡ് 3.2. 3.1ഉം 3.2ഉം പറയണ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3.1ഉം 3.2ഉം. അതായത് ഡി ഓഫ് z1, z2 ഈക്വൽ ടു 2 മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഡിവൈഡഡ് 1 പ്ലസ് മോഡുലസ് ഓഫ് z1 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ ആണെന്ന്. ഓക്കെ, അപ്പോൾ 3.1ഉം 3.2 എന്ന് പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞതാണ്. അല്ല, അത് 3.1 അല്ല, ഇതിൻ്റെ അതായത് ഈ ഒരു മെട്രിക് ഇക്വേഷൻ്റെ റിസൾട്ടാണ്. ആ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് 1 by g of z. 1 by g എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ 1 by g of z 1 by g of z ആവും. അപ്പോൾ ഇഫ് g of z നോട്ട് ഈക്വൽ ടു 0 or ഇൻഫിനിറ്റി, അതായത് g of z 0നോട് ഈക്വൽ അല്ല, അതേപോലെ ഇൻഫിനിറ്റിനോട് ഈക്വൽ അല്ല, അതായത് 0യും ഇൻഫിനിറ്റിയും അല്ല, ബാക്കി ഏത് പോയിന്റ് വന്നാലും 1 by g of z തന്നെയാണ്. ഇനി g of z ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 0 ആവും, g of z ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഫിനിറ്റി ആവും. അങ്ങനെയാണ് നമുക്ക് 1 by g of z ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി 3.1 ആൻഡ് 3.2 എന്ന് പറഞ്ഞ രണ്ട് ഫോർമുല പറഞ്ഞാൽ ഡി ഓഫ് z1, z2ന് നമുക്ക് ഡി ഓഫ് 1 by z1, 1 by z2 എന്ന് എഴുതാം. അതേപോലെ ഡി ഓഫ് z0 ഈക്വൽ ടു ഡി ഓഫ് 1 by z ഇൻഫിനിറ്റി എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഈ രണ്ട് റിലേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ട്, ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എൻ എഫിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 by fn എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? 1 by fലേക്ക് കൺവേർട്ട് ചെയ്യും. ഇൻ സി ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നൗ ഈച്ച് ഫംഗ്ഷൻ 1 by fn ഈസ് മെറോമോർഫിക് ഓൺ ജി. അതായത് എഫ് എൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറോമോർഫിക് ആണ്. സോ 1 by fn എന്തായിരിക്കും? മെറോമോർഫിക് ആയിരിക്കും ഓൺ ജിയിൽ. സോ ദി പ്രിസീഡിംഗ് പാരഗ്രാഫ് ഗിവ്സ് എ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ആൻ ഇൻറ്റീജർ n not such that 1 by f and 1 by fn are analytic. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ആർ എടുത്തിട്ടുണ്ട്, ഒരു ഇൻറ്റീജർ ആയിട്ടുള്ള ആർ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫ് എൻ എഫിലേക്ക് കൺവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് യൂണിഫോമിലി കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എഫ് എന്നിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും 1 by fn സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് 1 by fn 1 by fലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ എഫ് എൻ ഉണ്ട് കേട്ടോ. 1 by fn ഈസ് കൺവേർജസ് ടു 1 by f യൂണിഫോംലി ഓൺ BAR, അതായത് ഓപ്പൺ ബോളിൽ. ഇനി ഫ്രം ഹർവിറ്റ്സ് തിയറം ഹർവിറ്റ്സ് തിയറത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയൻ ആണ്. ആൻഡ് സപ്പോസ് ദി സീക്വൻസ് എഫ് എൻ എച്ച് ഓഫ് ജി പറഞ്ഞാൽ ഹോളോമോർഫിക് ഫംഗ്ഷൻസ്. എഫ് എൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതേപോലെ എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ് ബി ക്ലോഷർ ഓഫ് എ ഓഫ് ആറിൽ. എഫ് നോട്ട് ഈക്വൽ ടു 0 എവിടെയാണ്? ക്ലോസ്ഡ് ബോളിൽ. അതേപോലെ എഫ് ഓഫ് z is not equal to 0 for modulus of z minus a is equal to r. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എന്നിനും അതേപോലെ എഫിനും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. എവിടെ? ഓപ്പൺ ബോൾ BA ഓഫ് ആറിൽ. ഓക്കെ, എഫ് എന്നിനും എഫിനും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 1 by fഉം 1 by fn ആയി. അപ്പോൾ ഹർവിറ്റ്സ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 1 by f ഒന്നുകിൽ 0 ആവും, 1 by f ഒന്നുകിൽ 0 ആവും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഹാസ് ഐസൊലേറ്റഡ് സീറോസ്. അതായത് 1 by f 0 ഓർ 1 by f ഹാസ് ഐസൊലേറ്റഡ് സീറോസ് ആയിരിക്കും ഇൻ BA ഓഫ് ആറിൽ. ഓക്കെ, ഓപ്പൺ ബോളിൽ. ഇനി ഇഫ് എഫ് നോട്ട് ഈക്വൽ ടു 0 ദെൻ 1 by f ഈസ് നോട്ട് ഈക്വൽ ടു 0. എഫ് 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 by f 0 അല്ല എന്ന് പറയാം. കാരണം 1 by infinity ആണ് എന്ത് വരുന്നത്?
0 വരുന്നത്. അപ്പോൾ 1/f 0 അല്ല എന്ന് പറയും. ആൻഡ് എഫ് മസ്റ്റ് ബി മെറോമോർഫിക് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എഫ് ഇൻഫിനിറ്റി അല്ല എന്ന് പറഞ്ഞാൽ എന്താ, പോൾ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് മീനിങ്. അപ്പോൾ അതെന്തായാലും എന്തായിരിക്കും, മെറോമോർഫിക് ഫംഗ്ഷൻ ആയിരിക്കും ഇൻ BA of R. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് മെറോമോർഫിക് ആണെന്ന് കിട്ടി. അപ്പോൾ എഫ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒന്നുകിൽ 1/f നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് മെറോമോർഫിക് ആയിരിക്കും എന്ന് കിട്ടിയത്. ഓക്കെ, എഫ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എഫ് മെറോമോർഫിക് ആയിരിക്കും. അതേപോലെ അപ്പോൾ നമുക്ക് BA of R ആ ബോളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പ്രൂഫ് എന്താ പറയുന്നത്, പ്രൂഫ് നോക്കുക, എഫ് മെറോമോർഫിക് ഓർ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. എഫ് എഫിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് മെറോമോർഫിക് അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ, രണ്ടും കൂടി ഒരുമിച്ച് സംഭവിക്കില്ല, ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് പറയുന്നത് നമ്മളെന്താ, ഇഫ് ഈച്ച് FN ഈസ് അനലറ്റിക്. ഇനി നമ്മൾ സെക്കൻഡ് പ്രൂഫാണ്, അതായത് FN അനലറ്റിക്കോ അല്ലെങ്കിൽ FN എന്തിനോട് ഈക്വലാണ്, 0 ഈക്വൽ ആണെന്നാണ് അടുത്ത തിയറം പറയുന്നത്. അടുത്ത ഇത് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, ഒന്നുകിൽ FN എന്താണ്, അനലറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി. 0 അല്ല, എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ FN അനലറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, 1/FN സീറോസ് ഉണ്ടാവില്ല. FN അനലറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്നാണ് മീനിങ്. അനലറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ 1/FN ഹാസ് നോ സീറോസ് ഇൻ BA of R. ഓക്കെ, 1/FN സീറോസ് ഉണ്ടാവില്ല. ഇറ്റ് ഫോളോസ് ഫ്രം ഹർവിറ്റ്സ് തിയറം, ഹർവിറ്റ്സ് തിയറത്തിൻ്റെ കൊറോളറി വെച്ചിട്ടാണ് അടുത്ത് പറയുന്നത്. ആ കൊറോളറി പറയുന്നത് എന്താ വെച്ചാൽ, FN എഫിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ഈച്ച് FN നെവർ വാനിഷസ് ഓൺ G, ദെൻ എയ്തർ എഫ് ഈക്വൽ ടു 0 ഓർ എഫ് നെവർ വാനിഷസ്. അതായത് FN ഒരിക്കലും 0 ആവില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഈക്വൽ ടു 0 ആവും, അല്ലെങ്കിൽ എഫ് എന്താവും, വാനിഷ് ചെയ്യില്ല. ഒന്നുകിൽ എഫ് 0 ആവും, അല്ലെങ്കിൽ എഫ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൊറോളറി വെച്ച് നമുക്ക് എന്ത് പറയാം, ഇവിടെ 1/Fൻ്റെയും 1/FNൻ്റെയും കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1/F ഒന്നുകിൽ 0 ആവും, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, 1/F നെവർ വാനിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, FN അനലറ്റിക് ആണെങ്കിൽ ആ കൊറോളറി വെച്ചിട്ട് 1/F നോട്ട് ഈക്വൽ ടു 0 ഓർ 1/F നെവർ വാനിഷസ്. ബട്ട് സിൻസ് എഫ് ഓഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി, നമുക്ക് എന്താ പറയുക, എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റിയാണ്. വി ഹാവ് ദാറ്റ് 1, അതായത് ഇവിടെ 0 ആണെങ്കിൽ 1/F ഈക്വൽ ടു 0 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ. 1/F ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ബട്ട് സിൻസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റിയാണ്. വി ഹാവ് ദാറ്റ് 1/F ഹാസ് അറ്റ്ലീസ്റ്റ് 1 0. 1/Fന് എന്തായാലും എന്തുണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും ഉണ്ടായിരിക്കും. ദസ് എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇൻ BA of R കമ്പൈനിങ് ദിസ് വിത്ത് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ വന്നത് 1/F of A. അതായത് ഇവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ 1/∞ ഈക്വൽ ടു 0. ഈ എയ്തർ 1/F ഈക്വൽ ടു 0 വന്നില്ലേ, അതാണ്. സോ വി ഹാവ് ദാറ്റ് 1/F ആസ് അറ്റ്ലീസ്റ്റ് 1 0. അപ്പോൾ 1/Fന് എന്തായാലും എന്തുണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് 1 0 ഉണ്ടായിരിക്കും. ദസ് എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ എഫ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ FN അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, FN ഈസ് അനലറ്റിക്, ദെൻ എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നു. ഓക്കെ.